ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നും കണ്ടല്ല. ഞാൻ ബിൻസിൻ്റെയും അപ്പാനിയുടെയും ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പം അത് കണ്ട് എല്ലാവരും റിയാക്ട് ചെയ്യുന്ന കണ്ടു. അപ്പം എനിക്ക് കുറച്ച് വേറിട്ട് ചിന്തിക്കണം എന്ന് തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, ബിഗ് ബോസിൻ്റെ ടൈമിലാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ലീക്കാവുന്നതെങ്കിൽ ഓക്കെ, അത് നമ്മൾ റിയാക്ട് ചെയ്യണം. അതിന് കാരണം അവരവിടെ മിസ്റ്റർ പെർഫെക്റ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പം അനുമോളെ കുറ്റം പറഞ്ഞുകൊണ്ട് എല്ലാവരും പറയുന്ന ആ സമയത്ത് നമുക്കത് റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പം എനിക്കൊന്ന് മാറി ചിന്തിക്കണം എന്ന് തോന്നി. കാരണം ബിഗ് ബോസ് ഗെയിം അവിടെ കഴിഞ്ഞു, അവരെന്നെ പുറത്ത് വന്നു, അത് അവരുടെ ലൈഫാണ്. ഇനി നമുക്കത് അതിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ എന്നൊരു തോന്നൽ എനിക്ക് തോന്നി. ഒന്നാമത്തെ കാര്യം വേറൊന്നുമല്ല, അപ്പാനിയുടെ വൈഫ് പ്രഗ്നൻ്റ് ആവുന്ന ഒരു ലേഡി ഏതൊക്കെ മാനസികാവസ്ഥയിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അവരിതൊക്കെ കാണുമ്പോൾ അവർക്ക് എല്ലാവരും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ മാനസികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. കാരണം ആഫ്റ്റർ ഓൾ ഞാനൊരു അമ്മയായിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക് ആ ഒരു ഫീലൊക്കെ. അതുകൊണ്ട് ഞാൻ അവരുടെ വൈഫിനെ കുറിച്ച് ചിന്തിച്ചു. അതുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ തോന്നിയത്. മാത്രമല്ല, ഞാൻ അവരെ പറ്റി ഒത്തിരി എതിർത്ത് ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണ്. അവർ അകത്ത് കാണിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ബിൻസി പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ പുറത്ത് ജനങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, റിവ്യൂവേഴ്സ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അകത്ത് ആൾക്കാർ തന്നെ പരസ്പരം എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ അത് ചെയ്തത് അവിടെ അനുമോൾ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് കണ്ടതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എൻ്റെ ആ ചാനലേ പൂട്ടിപ്പോയി. എങ്ങനെ പോയെന്ന് അറിയത്തില്ല. മേ ബി സ്ട്രൈക്ക് കിട്ടിയതാണോ അതോ അല്ലെങ്കിൽ ആരെയും റിപ്പോർട്ട് ചെയ്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. പെട്ടെന്നൊരു ദിവസം എൻ്റെ ആ ചാനലിൽ പോയി, എൻ്റെ വ്യൂവേഴ്സ് പോയി, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോയി, എല്ലാം പോയി. പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അവരെ അത്രയും ക്രൂശിക്കണോ? ഇനിയും അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ആഗ്രഹിച്ച വ്യക്തി അനുമോള് വിന്നറായി കഴിഞ്ഞില്ലേ? ഇനി ബാക്കിയുള്ളവരുടെ ലൈഫ് ലെറ്റ് ഇറ്റ് ബി. അത് അവരങ്ങനെ പോയിട്ട്, ആരും പെർഫെക്റ്റ് അല്ല അല്ലേ? ജീവിതത്തിൽ ആരും പെർഫെക്റ്റ് അല്ല, തെറ്റിയാത്തവരായിട്ട് ആരും ഇല്ല. അവർ എന്തുമായിക്കോട്ടെ, തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, ഇനി അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. കാരണം ദ ഗെയിം ഈസ് ഓവർ അല്ലേ.